afternoon students. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസ് ഏത് ചാപ്റ്ററാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കിൾസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ്. അതായത് സർക്കിളിനുള്ളിൽ പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന പല ടൈപ്പ് ഓഫ് ലൈൻസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നാണ്. സർക്കിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സർക്കിളിന്റെ സർക്കിളിന്റെ ആ സെൻട്രൽ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സർക്കിളിന്റെ സെന്റർ എന്ന് വിളിക്കുന്നു. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റേഡിയസ് എന്ന് വിളിക്കുന്നു. സർക്കിളിന്റെ സെൻട്രൽ പോർഷനെ സെന്റർ എന്ന് വിളിക്കുന്നു. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ലൈനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നു. ഈ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും സെന്ററിൽ കൂടെ പാസ് ചെയ്ത് സർക്കിളിന്റെ വേറൊരു പോയിന്റിൽ എൻഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എന്ത് വിളിക്കും? ഡയമീറ്റർ എന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് നോക്കിക്കേ, ഈ ഒരു സർക്കിൾ ഞാനിവിടെ വരയ്ക്കാം. ഇതിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് പാസ് ചെയ്ത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിനെ നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. അപ്പൊ AB എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ. ഇനി നമ്മൾ ഒരു ലൈൻ എയിൽ കൂടെ പാസ് ചെയ്ത് വേറൊരു ലൈൻ ഇങ്ങനെ വരച്ചു. AX എന്ന് പറഞ്ഞു ഒരു ലൈൻ വരച്ചു. ഇതെന്താണ്? കോഡാണ്. ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ കുറച്ചുകൂടെ എയുടെ ക്ലോസർ ആക്കി കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ എ ഇവിടെ ഫിക്സ്ഡ് ആണ്. എക്സ് നമ്മൾ മാറ്റി കുറച്ചുകൂടെ മേളിലോട്ട് പോയാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങോട്ട് വരയ്ക്കാം. എ ഇവിടെ തന്നെ ഫിക്സ്ഡ് ആണ്. എക്സ് എന്നുള്ള ഇവിടെ ഇരിക്കുന്ന പോയിന്റിനെ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരു കിട്ടും. എയിൽ കൂടെ ടച്ച് ചെയ്തൊരു ലൈൻ കിട്ടും. ഈ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയാമോ? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ്. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. അപ്പോൾ സർക്കിളിന്റെ ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ടാൻജന്റ് സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാകും. ടാൻജന്റ് ഇവിടെ നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെന്ററിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാകും. ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. എന്ത് വിളിക്കും? സെൻട്രൽ ആംഗിൾ. അത് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് വിളിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ടാൻജന്റ് സർക്കിളിന്റെ സെന്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഇനി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് AB ഡയമീറ്റർ ഉണ്ട്, AX എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. നമുക്ക് ടാൻജന്റിന്റെ ഒരു പ്രോപ്പർട്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റർ Oയിൽ നിന്നും എക്സ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ AOX കിട്ടി. ഇതിന്റെ സൈഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ സൈഡ്സിന്റെ പ്രത്യേകത AO എന്ന് പറയുന്ന സൈഡും റേഡിയസ് ആണ്, OXും റേഡിയസ് ആണ്. അപ്പോൾ ഈ AOX എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഈക്വാലിറ്റി എങ്ങനെ എഴുതാം? half into 180 minus x degree is equal to 90 minus half x എന്ന് നമുക്ക് എഴുതാം. അതായത് ഈ രണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരയ്ക്കുന്ന ടാൻജന്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ കുറച്ചുകൂടെ ക്ലോസർ ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ കിട്ടും? എക്സിനെ കുറച്ചുകൂടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ സെൻട്രൽ ആംഗിൾ കുറയുകയും ചെയ്യും, എക്സ് എന്ത് ചെയ്യും? എയിലോട്ട് അടുക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക്
പെർപെൻഡിക്കുലർ ആംഗിൾ ഫോം ചെയ്യും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടാൻജന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡയമീറ്ററിന് എന്തായിട്ടാണ് വരയ്ക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതായത് ഏതൊരു സർക്കിളിന്റെയും ഡയമീറ്റർ ടാൻജന്റും എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു പെർപെൻഡിക്കുലർ ആംഗിൾ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ആ പ്രിൻസിപ്പിൾ ഒന്ന് എഴുതാം. Tangent of a point is perpendicular to the diameter. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ.